ഒരാൾ 5 വക്ത് നിസ്കാരം പതിവാക്കിയാൽ 5 കാര്യങ്ങളെക്കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും എന്ന്. അപ്പോൾ 5 വക്ത് നിസ്കാരം ഒരാൾ കറക്റ്റായിട്ട് നിസ്കരിച്ചാൽ അവർക്ക് 5 നേട്ടങ്ങളാണ് അള്ളാഹു തആല നൽകുന്നത്. ഒന്നാമത്തേത് യർഫഉ അൻഹു ലീഖൽ ഐഷി, ജീവിത പ്രയാസം അള്ളാഹു തആല ഉയർത്തും. അപ്പോൾ ജീവിതത്തിൽ വലിയ സന്തോഷം എപ്പോഴും ഉണ്ടാവും എന്ന്, നല്ല ഐശ്വര്യമുള്ള ജീവിതം ഉണ്ടാവും. അപ്പോൾ നിസ്കാരം നമ്മൾ 5 വക്തും കറക്റ്റായിട്ട് നിസ്കരിച്ചാൽ നമുക്ക് ജീവിതം തന്നെ സന്തോഷകരമാകും. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും എന്നതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ ഗുണം വ അദാബൽ ഖബരി, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു തആല നമ്മളെ ഒഴിവാക്കും. 5 വക്ത് കറക്റ്റായിട്ട് നിസ്കരിച്ചതുകൊണ്ട് അള്ളാഹു തആല നമ്മളെ ഖബറിൽ വെച്ച് ശിക്ഷിക്കുകയില്ല, ആ ഖബർ ശിക്ഷയിൽ നിന്ന് നമ്മളെ ഒഴിവാക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഗുണം വ യുഅ്തീഹില്ലാഹു കിതാബഹു ബിയമീനിഹി, നന്മ തിന്മ എഴുതിയ ആ കിതാബ് അത് വലത് കയ്യിൽ കൊടുക്കുന്നതാണ്. വലത് കയ്യിൽ കിതാബ് കൊടുത്തുകൊണ്ട് അവനെ അല്ലെങ്കിൽ അവളെ ആദരിക്കുന്നതാണ്. 5 വക്ത് നിസ്കാരവും കറക്റ്റായി നിസ്കരിച്ചത് കൊണ്ട് കിട്ടുന്ന ഒരു ബഹുമാനമാണ്, വലത് കയ്യിൽ തന്നെയാണ് കിതാബ് കൊടുക്കുക എന്നുള്ളത്. അത് വലിയ ഭാഗ്യമാണ്, അത് വിജയിക്കുന്നവരുടെ ലക്ഷണമാണ്. മാത്രമല്ല നാലാമത്തെ ഗുണം എന്താണ്? വയമുറു അല സിറാത്തി കൽ ബർഖി, മിന്നൽ വേഗത്തിൽ സിറാത്ത് പാലം വിട്ട് കടക്കുന്നതാണ്. പലരും പല രൂപത്തിലായിരിക്കും സിറാത്ത് പാലം കടക്കുന്നത്, പക്ഷേ വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ 5 വക്ത് നിസ്കരിച്ചവന് അവിടെ സിറാത്ത് പാലം കടക്കാൻ കഴിയും എന്ന്. അഞ്ചാമത്തെ ഗുണം വയദ്ഖുലുൽ ജന്നത ബിഗൈരി ഹിസാബ്, ഹിസാബില്ലാതെ അഥവാ ചോദ്യമൊന്നും കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അല്ലാഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും. ഇങ്ങനെ 5 ബഹുമതികൾ അല്ലാഹു തആല 5 വക്ത് നിസ്കാരവും നിസ്കരിച്ചവന് അല്ലാഹു തആല കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, 5 വക്ത് നിസ്കാരവും അതാ ആയിട്ട് തന്നെ നല്ല രൂപത്തിൽ നിസ്കരിക്കുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖബറിലൊക്കെ റാഹത്തും സന്തോഷവും ഉണ്ടാവും, രക്ഷയുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇതെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 5 വക്തും കറക്റ്റായിട്ട് സ്വീകരിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ ഈ നേട്ടങ്ങളൊക്കെ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളുടെ കുടുംബ പരമ്പരകളെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.